വന്നുകൊണ്ടിരുന്നു. 7-ാം നാളില് സുപ്രഭാതത്തില് അദ്ദേഹം വീട്ടിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് തോക്കുകളേന്തിയ തീവ്രവാദികളെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ വെടിവെച്ച് കൊലപ്പെടുത്തി. പക്ഷേ ഇന്നും സുശീൽ സുധൻ എന്ന് പറയുന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ നിന്ന് പിന്മാറാതെ വളരെ ആർജവത്തോട് കൂടിയിട്ട് കാശ്മീരില് ഈ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുവാനും സുരക്ഷിതരായിട്ട് സമാജത്തെ നിലനിർത്തുവാനും വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഒരു ബൈഠക്കിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് കാര്യമായിട്ടുള്ള അസുഖം വന്ന് അദ്ദേഹത്തിന്റെ സംസാര ശേഷി പോലും നഷ്ടപ്പെട്ട് ദീർഘകാലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യശേഷി അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടി ശക്തമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ ഒരു തീഷ്ണമായിട്ടുള്ള ആദർശശുദ്ധിയുള്ള ഒരു കാര്യകർത്താവിനെ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മുസാഫർ നഗറില് ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ജിഹാദി സമൂഹം പരിശ്രമിച്ചപ്പോൾ കൃത്യമായിട്ട് മറുപടി നൽകുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹിന്ദു സമാജത്തിന് സാധിച്ചു. നിങ്ങൾ നോക്കൂ, ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്? ഗോദ്രയില് രാമഭക്തരായിട്ടുള്ള ആളുകൾ മടങ്ങി വന്ന ട്രെയിന് ലോക്ക് ചെയ്തിട്ട് രാമഭക്തരായിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും അവർ പുറത്തു പോകരുത് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് തീയിട്ട് അവരെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. സംഭവത്തോട് കൂടിയിട്ട് ആകെ ഭയന്ന് വിറങ്ങലിച്ച് എല്ലാ ഹിന്ദു ഭവനങ്ങളും വാതിലടച്ചിട്ട് സർക്കാരിനോട് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് ഹിന്ദു സമൂഹം നിലവിളിച്ചാൽ ആർക്കാണ് അവരെ സംരക്ഷിക്കാൻ സാധിക്കുക? നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് മറിച്ച് സംഭവിച്ചത്? അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഹിന്ദു ഹൃദയ സാമ്രാട്ട് ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയ അദ്ദേഹം അയോധ്യയിലായിരുന്നു. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയ ശ്രീമാൻ നരേന്ദ്രമോദിയെ ബന്ധപ്പെട്ടു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. 9 പ്രാവശ്യം ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം 48 മണിക്കൂർ ഗുജറാത്ത് സർക്കാരിന് ഈ വിഷയത്തെ യഥാവിധി കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചു. അന്ന് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ ബജറംഗദൾ എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ടില്ല. അത് രൂപം കൊണ്ടിട്ട് കേവലം 7 വർഷം മാത്രമാണ് ആവുന്നത്, 6 വർഷം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗദളും ഉചിതമായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടു. തീരുമാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ജിഹാദി സമൂഹത്തെ, ഈ തീവ്രവാദി കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു. 48 മണിക്കൂറിന് ശേഷം എല്ലാ തെരുവുകളുടെയും നിയന്ത്രണം ബജറംഗദൾ എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തു. വിശ്വ ഹിന്ദു പരിഷത്ത് അതിന് നേതൃത്വം നൽകി. ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയ എല്ലാ സ്ഥലങ്ങളുടെയും പ്രവർത്തനത്തെ ഏകീകരിച്ചു. ഈ പറയുന്ന തീവ്രവാദികൾക്ക് റോഡിലിറങ്ങി നടക്കുവാൻ പോയിട്ട് വീട്ടിനകത്ത് മുട്ടിടിക്കാതെ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. നാം ആരെയാണ് ഭയപ്പെടുന്നത്? ഇരുട്ടിന്റെ മറവില് വാഹനത്തിൽ ഒളിച്ചു വന്ന ആയുധധാരിയല്ലാത്ത ആളുകളെ, പൊതുപ്രവർത്തകരെ, രാഷ്ട്രസ്നേഹികളെ ആയുധമേന്തി വന്ന് കൊലപ്പെടുത്തുന്ന ഈ തീവ്രവാദികളെയാണോ നാം ഭയപ്പെടുന്നത്? നാം ഭയപ്പെട്ടിട്ട് എങ്ങോട്ട് പലായനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പലായനമല്ല നമുക്ക് ആവശ്യം. ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ് വേണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രസ്നേഹികളായിട്ടുള്ള മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും, ഈ ദേശത്തിന്റെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന മുഴുവൻ സമാജത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മത തീവ്രവാദത്തിനും ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള സംഘർഷങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള സമാജ പ്രവർത്തനമാണ് നാം നടത്തേണ്ടത്. ഇതിൽ ചർച്ച ചെയ്ത സമയത്ത് നേരത്തെ സംസാരിച്ച നമ്മുടെ രാമസിംഹൻജി സംസാരിച്ച സമയത്ത് പറഞ്ഞു BJP രക്ഷിക്കാൻ വരുമോ എന്നുള്ളത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദു ഇത്തരത്തിലുള്ള അക്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. ഈ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ജിഹാദികളുടെ അക്രമങ്ങൾ ഉണ്ടായത് BJP ഉണ്ടായതിനു ശേഷമല്ല. അതുകൊണ്ട് തന്നെ മറ്റാരെയെങ്കിലും പഴിചാരുന്നതിന് വേണ്ടിയിട്ടല്ല,
ആരെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരാണികർ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന വളരെ വിശാലമായിട്ടുള്ള ആ ദേശീയപരമായിട്ടുള്ള നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രതിബദ്ധതയോടുകൂടിയിട്ട് സമാജത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച രീതികളുണ്ട്. ജീജ മാതാവിന്റെ മകനായിട്ട് ജനിച്ച ഛത്രപതി ശിവാജിയുടെ ചരിത്രമൊക്കെ നമുക്ക് അറിവുള്ളത് തന്നെയാണ്. അതൊക്കെ ആവർത്തിച്ച് നമുക്ക് ഈ ഒരു ചർച്ചയിൽ സമയം കളയേണ്ട കാര്യമില്ല. അപ്പോ ആ ഛത്രപതി ശിവാജി അന്ന് ഒറ്റയ്ക്ക് വിലപിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ മുഗളന്മാർക്കെതിരെ യുദ്ധം ചെയ്യുക എന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ, അദ്ദേഹം അങ്ങനെ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്റെ പ്രാണൻ നഷ്ടപ്പെടുമെന്ന് ഭയന്നിരുന്നു എങ്കിൽ, അദ്ദേഹത്തിന് ഛത്രപതി ശിവാജിയുടെ ആ വീരചരിത്രം അത് സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്. ഇത് ഈ തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് നാടിന്റെ പൊതുവിപത്താണ്. ഈ ഇസ്ലാമിക ആശയങ്ങൾ ശക്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭീകരവാദം അതിനൊപ്പം ശക്തിപ്പെടുന്നുണ്ട്. ഈ ഇസ്ലാമിക ആശയങ്ങൾ ഏത് രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതവും നഷ്ടപ്പെടുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടോ, ഒരുപക്ഷെ വന്നാൽ തന്നെ, ഒരുപക്ഷെ നിലവിലുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രതിരോധിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സമാജത്തെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ സമാജത്തെ സുശക്തമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ആർജവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി സമാജത്തിന്റെ നടുമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സമാജ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ കേവലം നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നാം ഉയർത്തുന്ന വിലാപങ്ങൾ യാതൊരുവിധ പരിഹാരവും ഉണ്ടാവുകയില്ല. കർമ്മപഥത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർമ്മയോഗിയായിട്ട് മുന്നിൽ നിന്ന് സമാജത്തെ നയിക്കാൻ സാധിക്കുന്നവർക്കാണ് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ചർച്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്തേ. ഓക്കെ, അഡ്വക്കേറ്റ് ജയസുരൻ സാർ, നമ്മൾക്കറിയാം ഇപ്പൊ രാഹുൽ ഗണ്ഡി അടക്കമുള്ള കുത്തുമുന്നണി, അല്ലെങ്കിൽ INDIA എന്നുള്ള കുത്തുമുന്നണി, ആ കുത്തുമുന്നണിയിലെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞ ആ ഒരു വിഷയം പറയൂ ടീച്ചർ. ഹരിച്ചേട്ടന് എനിക്ക് മറുപടി പറയാനുണ്ട്, അലി അക്ബർജിക്ക് മറുപടി പറയാനുണ്ട്. ടീച്ചർക്ക് മറുപടി ഉണ്ട്, രാമചന്ദ്രൻ സാറിന് മറുപടി ഉണ്ട്. ഹരിച്ചേട്ടൻ പറഞ്ഞതിന് ആദ്യം പറഞ്ഞു തുടങ്ങിയതിന് വിപരീതമായിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഭീകരതയെ ഭയക്കരുത് എന്നാ. നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി അല്ല ഇരിക്കുന്നത്, ചില മുൻകരുതലുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാ. 1921 നമ്മൾ അറിഞ്ഞത് ബ്രിട്ടീഷുകാരനായ ഹിച്ച്കോക്ക് എഴുതിയ ദി മാപ്പിള റെബല്യൻ വായിച്ചിട്ടാണ് ആ ഭീകരത നമ്മൾ അറിഞ്ഞത്. അതിനെ സംബന്ധിച്ച് വാരിയൻകുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോഴാണ് കേരളം അതറിഞ്ഞത്. ഗോദ്രയിലെ വിഷയം പറഞ്ഞല്ലോ. ഇപ്പോ ഹരിച്ചേട്ടാ, PFIയുടെ ലിസ്റ്റിലെ 9ാമത്തെ ആളായിരുന്നു ഞാൻ. പിന്നെ ISIS ഭീകരരുടെ 2ാമത്തെ ആളാണ് ഞാൻ. അവരിട്ട ലിസ്റ്റിലെ 1ാമത്തെ ആള് മോദിയും 2ാമത്തെ ആള് ഞാനും 3ാമത്തെ ആള് അമിത്ഷായുമാണ് അവരുടെ ലിസ്റ്റ്. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തുറപ്പിലാണ് ടീച്ചറെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഈ ഷർട്ടിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഇത് ഊരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, അത്ര ഉറപ്പേ എന്റെ ജീവിതത്തിന് മുകളിൽ സാറേ, പക്ഷേ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഒന്ന് ചോദിക്കട്ടെ ഹരിച്ചേട്ടാ, ഈ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തെ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്ത ഒരു മനുഷ്യനും 4 മക്കളും ഒരു ഭാര്യയും ഒരു വീട്ടിനകത്ത്, ചുറ്റിനും കൂടിയത് 500ഓളം ജമാഅത്തെ ഇസ്ലാമി ഭീകരർ. അവരെങ്ങനെ പ്രതിരോധിക്കണം? പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുവാണ്. എങ്ങനെ പ്രതിരോധിക്കണം? ഭയമല്ലേ, മരണം മുന്നിൽ കാണുമല്ലേ. ഇനിയിപ്പോ എന്നെ ഇവരുടെ കൈ കിട്ടിയാല് ഒറ്റയടിക്ക് ഇവര് കഴുത്തറുക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇല്ല. ആ ജ്യോതി ബസുവിനെ 20 പേരാണ് പീഡിപ്പിച്ചതെങ്കിൽ എന്നെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. എന്തിനാണ്? ഇനിയും വരുന്ന ഒരു ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യും. ഈ ഭീകരതയെ സംബന്ധിച്ച് മദ്രസകളിലൂടെ പഠിപ്പിച്ചും ചെറിയ തഴമ്പല്ല വന്നിട്ടുള്ളത്. 3.5 വയസ്സ് മുതൽ ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നതാ. അമുസ്ലിങ്ങളെ, കാഫിറുകളെ എങ്ങനെ ചെയ്യണം, എങ്ങനെ പീഡിപ്പിക്കണം, ആ മൃതശരീരത്തെ നോവിക്കുക എന്നതിലുപരി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പഠനം നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രതിരോധമൊക്കെ BJP സഹായിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമല്ലേ? മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന് അവരെന്താ ചെയ്യുക? എല്ലാവരും മുസ്ലിം ഐക്യവേദി രൂപീകരിക്കും, ഒരുമിച്ച് നിൽക്കും. നമ്മളിൽ എത്ര പേര് ഒരുമിച്ച് നിൽക്കും? നമ്മളിൽ എത്ര പേർക്ക് കേസുകൾ വന്നു? എത്ര പേർക്ക് കേസുകൾ വന്നു? എന്റെ വീട്ടിൽ പോലീസുകാർ വരുന്ന കണ്ടിട്ട്
എന്റെ മോളുടെ കൂട്ടുകാരി ചോദിക്കുകയാണത്രേ, നിന്റെ ഉമ്മ ക്രിമിനൽ ആണോ? എന്ത് ചെയ്തിട്ടാണ്? ഒടുവിൽ ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, നിങ്ങൾ ഈ പ്രഹസനം കാണിക്കരുത്. രാവിലെ ഒരു ജീപ്പ് പോലീസ് വരിക, ഉച്ചയ്ക്ക് 2 ജീപ്പ് പോലീസ് വരിക. ഞാൻ എന്താ പിടികിട്ടാ പുള്ളിയോ? നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരും, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ, ഈ പ്രഹസനം ഉണ്ടാക്കരുതെന്ന്. ഒരുപക്ഷെ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇത്രയും പേരും ഇതിലെ ഇരട്ടി ആളുകളും മരിച്ചു വീണിട്ടല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തൊടില്ല എന്ന് പറഞ്ഞു. അതുപോലെ രാമൻ സിംഹൻജി പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും മരിച്ചു വീണിട്ടല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തൊടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നം വന്നപ്പോ ബൈജു പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്നോ എന്നെ കൊണ്ടുപോയിട്ടല്ലാതെ നിങ്ങളെ ഒരാൾ തൊടില്ല. അതുപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യങ്ങളില്ലേ ഈ കേരളക്കരയിൽ? ഒരുപാടുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിലൊക്കെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് 4 പേർക്കും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലമുണ്ട്, ഒരു മതവിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നാൽ ആരുണ്ട്? ആരുമില്ല. ജാമ്യമെടുക്കാൻ ഒരു കരമടച്ച രസീതിന് പോലും എനിക്ക് ആരുമില്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെ ജീവൻ ബലിയാടാക്കുന്നത്? മര്യാദയ്ക്ക് വീട്ടിയിരുന്ന പോരെ? ഭർത്താവ് അധ്വാനിച്ച് കുടുംബം നോക്കും, മതി. പക്ഷെ എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടതുണ്ട്. എനിക്ക് നാളെ എന്റെ രാജ്യം ബംഗ്ലാദേശ് ആകാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ ജയസൂര്യൻ സാറിനോട് പറയാനുള്ളത്, സാറേ, നരേന്ദ്രമോദി ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നുണ്ട്, ശരിയാണ്. ബംഗ്ലാദേശിലേത് സമാനമായ സാഹചര്യം ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകേണ്ടുന്ന 1-2 സന്ദർഭങ്ങൾ മാത്രം ഞാൻ കുറഞ്ഞ സമയം കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിക്കാം. നോട്ട് നിരോധനം എന്താകുമായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? CAA NRC വിഷയം, ഹിജാബ് വിഷയം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കത്തിക്കേറുമായിരുന്നു. വളരെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സന്ദർഭം, കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ഗുജറാത്തിനെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററിയും നരേന്ദ്രമോദിയുടെ, ഇതൊക്കെ ഇന്ന് ബംഗ്ലാദേശിൽ ഉണ്ടായതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എവിടെയാണ് നമ്മൾ വേരിലാണ് തളം വെക്കേണ്ടത്, ഇലയിലല്ല എന്നറിയാമായിരുന്നു. അത്തരം ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഈ രാജ്യം കേറിപ്പോയി. ഇനിയും എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു 15 കൊല്ലവും കൂടി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നാൽ ഇവരെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. ഇത് ഞാൻ എഴുതി വെച്ച പോയിന്റാണ്. ഓക്കെ, നിങ്ങളൊക്കെ രാമസിംഹൻജി എന്തെങ്കിലും ജയസൂര്യൻ സാറിനെ കൂടെ കോട്ട് ചെയ്തിട്ട് പറയാനുണ്ടോ? അതല്ലെങ്കിൽ ഹരിചേട്ടൻ പറഞ്ഞ വാക്കുമായിട്ട് കോട്ട് ചെയ്തിട്ട് പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യണം. സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. രാമസിംഹൻജി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അവിടെ അൺമ്യൂട്ട് ചെയ്യണം. ഞാനേ ടീച്ചർ പറഞ്ഞതിന് ഞങ്ങൾക്കൊന്നും പുറകിൽ പ്രസ്താവമൊന്നുമില്ല. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ കളിക്കുന്നത് മുഴുവനും. ഇൻഡിവിജ്വൽ. ഞാന് എന്റെ ഭാര്യ പറഞ്ഞ് തട്ടിപ്പോയാലും പ്രശ്നമല്ല, നമുക്ക് രാജ്യത്തിന്റെ കൂടെ നിൽക്കണം. പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പം ഈ പറഞ്ഞ അച്ഛന്റെ പറഞ്ഞാൽ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു വാര്യംകുന്നൻ സിനിമ എടുത്തതിന് 3 കൊല്ലം അനുഭവിച്ചത് ഞാൻ. 3 കൊല്ലം അനുഭവിച്ചത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ വാര്യംകുന്നന്റെ കണക്ക് ചോദിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ BJP-ക്കാരാണ്. ടീച്ചറെ ആലോചിച്ച് നോക്കൂ, അതെ, നമ്മളെടുത്ത റിസ്ക് എന്താണെന്നുള്ളത്. അങ്ങനെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പോഴും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടീച്ചർ കേസ് വന്നാൽ ടീച്ചർ മാത്രമേ ഉള്ളൂ, എനിക്ക് കേസ് വന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ പ്രശ്നങ്ങൾ ഞാനും കുടുംബം മാത്രമേ അനുഭവിക്കുള്ളൂ. നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല. ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോഴും ആ പ്രസ്ഥാനം പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞത് ഇത്തരം നിലപാടെടുക്കാൻ പറ്റില്ല, സമരസപ്പെട്ട് പോകണം. നിങ്ങൾ അവിടെ നിന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ഞങ്ങൾക്ക് കൊണ്ടുതരൂ. ഇതാണ് സമീപനം വരുന്നത്. പലപ്പോഴും നമുക്കൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ജിഹാദികൾക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എക്സ് മുസ്ലിംസും എന്നെപ്പോലുള്ള ആൾക്കാരുമാണ്. സാറ് പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ആണ് സാറേ ഇന്ന് ഏറ്റവും വലിയ ശക്തം. നമ്മള് വ്യക്തിപരമായിട്ട് ഞാനൊരു റോഡിലേക്ക് ഇറങ്ങി എനിക്ക് 10 പേരെ കാണാൻ പറ്റും. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് 1,00,000 പേരെ ഒരു ദിവസം കാണാൻ പറ്റും. 1,00,000-ഓട് സംവദിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പഴിയുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആൾക്കാരല്ലെന്ന്. ഈ സോഷ്യൽ മീഡിയയിലെ തള്ളലാണ് ഇന്ന് ഈ പറയുന്ന മുഹമ്മദിന്റെ ചരിത്രവും ഈ പറയുന്ന ഇസ്ലാമിന്റെ ചരിത്രവും ഈ ഹദീസുകളും ഈ പറയുന്ന ഹദീസുകൾക്കുള്ളിലെ മാനുഷിക വിരുദ്ധതയും ഒക്കെ കൊണ്ടുവന്നത് ഈ സോഷ്യൽ മീഡിയ ആണെന്ന് അറിയിക്കണം. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കൂലിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആളുകളാണ് നിങ്ങൾ.
ഞങ്ങളെപ്പോലെ ആൾക്കാർ സോഷ്യൽ മീഡിയ തള്ളിക്കൊണ്ടാണ് 10-15 കൊല്ലം കൊണ്ട് ഈ മാറ്റം വന്നത്. 10-15 കൊല്ലം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു കുട്ടി വിളിച്ച് ആരിഫ് ഹുസൈന്റെ അടുത്ത് എനിക്ക് പേടിയാണ്, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള ആ പേടി മാറ്റി ആരിഫ് ഹുസൈൻ ഇങ്ങനെ അരമണിക്കൂർ കൊണ്ട് സംസാരിച്ച് മാറ്റി കൊടുക്കുന്നത് കേട്ടവനാണ് ഞാനിന്ന്. അങ്ങനെ ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഈ യാഥാസ്ഥികർക്കെതിരെ സംസാരിക്കാൻ, ഈ യാഥാസ്ഥികരിൽ നിന്ന് വിട്ടുപോരാൻ, എക്സാവാൻ വേണ്ടിയിട്ട് ഇന്ന് ആര് മെനക്കെടുന്നതിനേക്കാൾ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ മെനക്കെടുന്നുണ്ട്. ഈ പറയുന്ന നിരീശ്വരവാദികൾ ഉണ്ട്. CPM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ പോലും ഇക്കാര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ അതൊരു ഹിന്ദുവിന് പറയാൻ പറ്റില്ല. ഒരു ഹിന്ദുവിന് പറയാൻ പറ്റുമോ? അത് ജാമിന ടീച്ചർ സംസാരിക്കുന്ന കാര്യം ഒരു ഹിന്ദുവിന് പറയാൻ പറ്റില്ല. ഭീകരവാദത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വന്ന, ഇസ്ലാമിലൂടെ പഠിച്ചു വന്ന ജാമിന ടീച്ചർ പറയുന്ന പോലെ ഹരിയായിട്ട് പറയാൻ പറ്റുമോ? രാമേന്ദ്രൻ സാറിന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ വർഗീയതായി. അപ്പൊ ഈ പറയുന്ന വലിയൊരു എല്ലാ പ്രസ്ഥാനത്തിനും വേണ്ടി മുഴുവൻ കുത്തുകൊള്ളുന്ന ആരാണ്? ജാമിന ടീച്ചറാണ്. ആ ജാമിന ടീച്ചർക്ക് ജയിലിൽ കയറിയ ആരാണത്? ടീച്ചർ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാർ മാത്രം. ടീച്ചർക്ക് അറസ്റ്റാന്ന് വന്നപ്പോ എത്ര പേര് ടീച്ചർ അന്വേഷിച്ചു? ടീച്ചറെ എത്ര പേര് അന്വേഷിച്ചു? ആരും അന്വേഷിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പറയുന്ന മാറ്റം, ഈ ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് ആരാണ്? അതിൽ നിന്നും ഭിന്നമായിട്ട് വന്ന അത് പഠിച്ചവരാണ് മാറ്റം ഉണ്ടാക്കുന്നത്. പക്ഷെ എപ്പോഴും നമുക്കുള്ള പേരെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് 4-5 കൊല്ലമായിട്ട് ബജു കേൾക്കുന്നില്ലേ? ബജു ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ചർച്ച നടത്തിയിട്ട് ജനങ്ങളിലേക്ക് ഇതിന്റെ എല്ലാ ഉള്ളുകളികളും എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഈ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ പറയുന്ന മീശ നോവൽ വന്നപ്പോ ആ മീശ നോവലിന് എതിരെ സോഷ്യൽ മീഡിയയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ശബരിമല പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത് ആദ്യം രാഷ്ട്രീയക്കാർക്ക് മാറി നിൽക്കുകയും ചെയ്തത്. അതേപോലെ തന്നെ ഓരോ വിഷയം സോഷ്യൽ മീഡിയ എടുത്തിട്ടാണ് ഇന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഈ ബംഗ്ലാദേശിലെ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ജാമിന ടീച്ചർ, സോഷ്യൽ മീഡിയ വഴി നിർമ്മല കോളേജിന്റെ വിഷയം ഈ തള്ളുന്നവരുള്ളത് കൊണ്ടല്ലേ നമ്മൾ അറിയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ണു തുറന്നുകൊണ്ട് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന ആ ചെറുപ്പക്കാരല്ലേ ഇതിന്റെ പുറകിലുള്ളത്? അവരല്ലേ അംഗീകരിക്കേണ്ടത്? എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വാക്കുണ്ട്, സോഷ്യൽ മീഡിയ തള്ളുക. ആ സോഷ്യൽ മീഡിയ തള്ളുന്നതുകൊണ്ടാണ് ഈ സമൂഹം മാറുന്നത്. ഞങ്ങൾ വീട്ടിലിരിക്കായിരിക്കും, പുറത്തിറങ്ങിയ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എനിക്കും ടീച്ചർക്കും അറിയാം. ഒന്ന് സ്വതന്ത്രമായിട്ട് ഒന്ന് നടക്കാൻ പോകാൻ പറ്റില്ല നമുക്ക്. ഒരു കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. എവിടെ പോയാലും നമുക്ക് ഈ കുത്തി നോവിക്കുന്ന നോട്ടമാണ്. ലോകത്ത് എല്ലാത്തിനെയും സഹിക്കും. ഒരു മുസൽമാനിൽ നിന്ന് ഹിന്ദുവായി കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മുസൽമാനും സഹിക്കില്ല. കാരണം അവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞിരിക്കും. ടീച്ചറെ പിന്നെയും സഹിക്കും, എന്നെ ഒട്ടും സഹിക്കില്ല. അതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ധാരണ ആദ്യം മാറ്റിവെക്കണം. പുറത്തിറങ്ങുന്നവർ, സമൂഹത്തിൽ ഇറങ്ങുന്നവർമാരാണ് മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ള ധാരണ ആദ്യം മാറ്റണം. എവിടെ നിന്നിട്ടാണെങ്കിലും അവരുടെ ശബ്ദം ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം വിലയിരുത്താൻ. ഞങ്ങളുടെ മാധ്യമം ഇതാണെന്നേ. ഞങ്ങളുടെ മാധ്യമം സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റും, ചിന്തിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് ടീച്ചർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 1,80,000 ഫോളോവേഴ്സ് എനിക്കുണ്ട്. അത് നിസ്സാര കാര്യമാണോ? ഒരു വ്യക്തിക്ക് 1,80,000 പേർക്ക് മെസ്സേജ് എത്തിക്കാൻ പറ്റുന്നില്ലേ നമുക്ക്? നിസ്സാര കാര്യമാണോ? ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ അറിയാതെ, സോഷ്യൽ മീഡിയയുടെ മാറ്റങ്ങൾ അറിയാതെ, പഴയ പോക്ക് തന്നെ പോയി കൊണ്ടതാണ് നമ്മൾ പുറകോട്ട് പോകുന്നത്. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല.
ഡൽഹിയിലൊക്കെ ഒരു 100 ഗുണം സോഷ്യൽ മീഡിയ ഹിന്ദു മീഡിയാസ് ഉണ്ട്. എനിക്കറിയാവുന്ന 100 കൂട്ടം ഹിന്ദു മീഡിയാസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ 1921 ഞാൻ എടുത്ത സിനിമയുടെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ നടന്നിരിക്കുന്നത് ഡൽഹിയിലും ബോംബെയിലുമാണ്. ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് അവരാണ് എന്റെ സിനിമയെ കുറിച്ച്. കേരളത്തിൽ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഉള്ളത് നോക്കി, നമ്മൾ ഉത്തരേന്ത്യയിലുള്ളത് നോക്കി നമുക്ക് ഇവിടെ വന്ന് വിലയിരുത്താൻ പറ്റില്ല. കേരളത്തിൽ ഭക്ഷണത്തിന് പോലും പള്ളിയിൽ നിന്ന് പറയുന്ന അരിപ്പൊടി മേടിക്കുന്ന കാലഘട്ടമാണ് അല്ലേ ടീച്ചറെ? അരിപ്പൊടി മാർക്കറ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയാണ്, മസാല മാർക്കറ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയാണ്. പല അരിപ്പൊടി